നരേന്ദ്രമോദിയുടെ വീഡിയോയ്ക്ക് താഴെ പരിഹാസ കമന്റുമായി CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ. ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിലൂടെ നടത്തിയ പ്രതികരണങ്ങൾക്ക് വൻപിച്ച പിന്തുണയാണ് പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നത്. അതിലൂടെ യുവാക്കളെ കയ്യിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യം നിലനിൽക്കെയാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോയ്ക്ക് പരിഹാസ കമന്റുമായി CJP സ്ഥാപകൻ രംഗത്തെത്തിയിരിക്കുന്നത്. മോദിയുടെ ചർമ്മം രാജ്യത്തിന്റെ ഭാവിയേക്കാൾ തിളക്കമുള്ളതാണെന്നാണ് ദീപ്കയുടെ പരിഹാസം. ചോദ്യപേപ്പർ ചോർച്ചാ ബില്ല് പാർലമെന്റിലെ ഇരുസഭകളിലും പാസ്സായതിനെ പ്രശംസിച്ച് മോദി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെയാണ് ദീപ്കെ കമന്റ് ഇട്ടത്. നിങ്ങളുടെ ചർമ്മം ഈ രാജ്യത്തിന്റെ ഭാവിയേക്കാൾ തിളക്കമുള്ളതാണെന്ന് അഭിജിത് ദീപ്കെ പരിഹസിച്ചു. ഇക്കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രിയെ പരിഹസിച്ച് അഭിജിത് ദീപ്കെ രംഗത്തെത്തിയിരുന്നു. മോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ഇൻഫ്ലുവൻസർ ആകണമെന്നും അദ്ദേഹം അത് വളരെ നന്നായി ചെയ്യുന്നുണ്ടെന്നുമായിരുന്നു ദീപ്കയുടെ പരിഹാസം. സർക്കാർ വിദ്യാർത്ഥികളെ ലക്ഷ്യമിടുന്നത് അവസാനിപ്പിക്കണമെന്നും ദീപ്കെ ആവശ്യപ്പെട്ടിരുന്നു. വിദ്യാർത്ഥികൾ ഭീകരവാദികളല്ലെന്നും രാജ്യത്തിന്റെ ഭാവിയാണെന്നും ദീപ്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഏറ്റവും പുതിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ ബില്ല് പാസ്സായത് കൂടുതൽ വിശ്വസനീയമായ ഒരു പരീക്ഷാ സമ്പ്രദായം കെട്ടിപ്പടുക്കുന്നതിനും ചോദ്യപേപ്പർ ചോർത്തൽ മാഫിയകളെ അടിച്ചമർത്തുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് മോദി പറഞ്ഞു. സുഹൃത്തുക്കളെ, വിശ്വസനീയമായ ഒരു പരീക്ഷാ സമ്പ്രദായം കെട്ടിപ്പടുക്കുന്നതിനായി നമ്മൾ ഒന്നിനു പിറകെ ഒന്നായി നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പ്രത്യേക ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിക്കുന്നതാകട്ടെ, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാകട്ടെ, ഈ ദിശയിൽ നമ്മൾ നിരന്തരം പ്രവർത്തിക്കുന്നുവെന്നും മോദി പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള സർക്കാരുകളെ പതിറ്റാണ്ടുകളായി ചോദ്യപേപ്പർ ചോർച്ച വേട്ടയാടുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പരീക്ഷകളുടെ സുതാര്യതയും വിശ്വാസ്യതയും സംരക്ഷിക്കുന്നതിനായി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടതിന്റെയും സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകത സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. മാത്രമല്ല, പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് ഒഴിഞ്ഞ് നരേന്ദ്രമോദി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകണമെന്ന് അഭിജിത് ദീപ്കെ പറഞ്ഞിരുന്നു. ഡൽഹിയിൽ നിന്ന് മഹാരാഷ്ട്രയിലെ വീട്ടിലെത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുന്നതിനിടെയായിരുന്നു അഭിജിത് ദീപ്കെ പ്രധാനമന്ത്രിയെ പരിഹസിച്ചത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ജോലി നന്നായി ചെയ്യുന്നുണ്ടെന്നും അതിനാൽ പ്രധാനമന്ത്രി കസേരയിൽ നിന്നും അദ്ദേഹം മാറണമെന്നും ദീപ്കെ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോകളെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ദീപ്കെ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആകണമെന്നാണ് ഞാൻ കരുതുന്നത്. ഇൻഫ്ലുവൻസർ എന്ന ജോലി അദ്ദേഹം നന്നായി ചെയ്യുന്നുണ്ട്. അതിനാൽ അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിൽ നിന്നും രാജിവെക്കണം. മറ്റേതെങ്കിലും നേതാവ് ആ ചുമതല ഏറ്റെടുക്കണം. അതേസമയം ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള രാഷ്ട്രീയ നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇൻസ്റ്റാഗ്രാമിൽ നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം നിലവിൽ 105 മില്യൺ പിന്നിട്ടു. ഇതോടെ ഇൻസ്റ്റാഗ്രാമിൽ 100 മില്യൺ ഫോളോവേഴ്സ് കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നേതാവായിരിക്കുകയാണ് മോദി. സമീപ ദിവസങ്ങൾ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പങ്കുവച്ച റീൽസ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ വൈറലായതോടെയാണ് വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ 40 ലക്ഷത്തിലധികം പുതിയ ഫോളോവേഴ്സ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയത്. ഇൻസ്റ്റാഗ്രാമിൽ 2ാം സ്ഥാനത്തുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 43.2 മില്യൺ ഫോളോവേഴ്സാണ് ഉള്ളത്. ട്രംപിനേക്കാൾ 2 ഇരട്ടിയിലധികം ഫോളോവേഴ്സാണ് മോദിക്ക് നിലവിൽ. ഇന്ത്യയിലെ മറ്റ് മുൻനിര രാഷ്ട്രീയ നേതാക്കളെക്കാളും ബഹുദൂരം മുന്നിലാണ് മോദി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് 16.1 ബില്യൺ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് 12.6 മില്യണും ഫോളോവേഴ്സാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.